കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി, ഒരു 2 ഡെക്കേഡിൻ്റെ മേലെ, 2 പതിറ്റാണ്ടിൻ്റെ മേലെ ആയിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ ആ ഒരു ട്രാൻസ്പ്ലാന്റിൻ്റെ റിസൾട്ട്സും ഇപ്പോഴത്തെ ട്രാൻസ്പ്ലാന്റ് റിസൾട്ട്സും നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്, വളരെ അഡ്വാൻസ്ഡ് ആണ്. അതെ. നമ്മൾ ഈ റിജക്ഷൻ എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. അത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഉടനെ സംഭവിക്കുന്ന ഒരു ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻസ്. ഇത്തരം റിജക്ഷൻസ് ആണ് ഭയാനകം. ഒരു ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ ഓൺ ടേബിൾ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വന്നാൽ ഏകദേശം ഒരു 90% ആ കിഡ്നി നമുക്ക് നഷ്ടപ്പെടും. ആ കിഡ്നി എടുത്ത് മാറ്റേണ്ടതായിട്ട് വരും. ആ മാറ്റുന്ന കിഡ്നി ഒരിക്കലും നമുക്ക് തിരിച്ച് തന്ന ആൾക്ക് കൊടുക്കാനും പറ്റില്ല. ആ കിഡ്നി പോയി. അതിൻ്റെ ഒരു സാധ്യത സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 100 പേർക്ക് ചെയ്യുമ്പോൾ ഒരാൾക്കൊക്കെ മാത്രമേ ഉള്ളൂ. അത്രയും അതിൻ്റെ റിസ്ക് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഭാവിയിൽ എപ്പോഴെങ്കിലും വരാൻ സാധ്യതയുള്ള റിജക്ഷൻസ്, അല്ലെങ്കിൽ ഒരു ആദ്യത്തെ ഒരാഴ്ചയിൽ വരാനുള്ള റിജക്ഷൻസ്. ഇത്തരം റിജക്ഷൻസ് വരാം. അത് പക്ഷേ എങ്കിൽ പോലും ഈ റിജക്ഷൻസ് ഇപ്പം നമ്മൾക്ക് ഈ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ അവയവം നമുക്ക് എടുത്തു വെക്കുകയാണ്. അപ്പോൾ മറ്റൊരാളെ ബോഡിയിൽ നിന്ന് എന്ത് തന്നെ നമ്മൾ ബോഡിയിലോട്ട് വന്നാലും അതിനെതിരെ നമ്മുടെ പ്രതിരോധ ശക്തി ആക്ട് ചെയ്യും. അത് റിജക്റ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ റിജക്ഷൻ വരാതിരിക്കാൻ, അത് മറ്റൊരാളൊരു അവയവമാണെന്ന് നമ്മൾ തിരിച്ചറിയാതിരിക്കാൻ, നമ്മുടെ ബോഡി തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ആ റെസിപ്പിയന്റിന്, അവയവം ലഭിക്കുന്ന ആളുടെ പ്രതിരോധ ശക്തി നമ്മൾ ഒരുപാട് കുറയ്ക്കും. ഒരുപാട് കുറയ്ക്കും എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ടോളറേറ്റ് ചെയ്യുന്ന ലിമിറ്റിലോട്ട്, അവർക്ക് അതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഒന്നും വരാത്തൊരു ലെവലിൽ, എന്നാൽ ഈ അവയവം റിജക്റ്റ് ആവാത്തൊരു ലെവലിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. നല്ലൊരു ക്ലീൻ അറ്റ്മോസ്ഫിയറിലേക്ക് പേഷ്യന്റ്. അതെ. അപ്പോൾ ഇങ്ങനെ ഈ പ്രതിരോധ ശക്തി കുറയ്ക്കേണ്ട മരുന്നുകൾ കൊടുക്കുമ്പോൾ അവർക്ക് ഐസൊലേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ ആദ്യത്തെ ചിലപ്പോൾ ഒരു 5 ദിവസമൊന്നും ആരെയും കാണിക്കാത്തത്. അവർ സ്ട്രിക്റ്റ് ഐസൊലേഷൻ, ICUലായിരിക്കും. അപ്പോൾ ആ തരത്തിൽ ഒരു കെയറൊക്കെ ഇനീഷ്യൽ പീരിയഡിൽ വേണം. കാരണം അപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മരുന്നുകളും മറ്റുമൊക്കെ പ്രതിരോധ ശക്തി കുറയ്ക്കാൻ കൊടുക്കുന്നത്. ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ മരുന്നുകളുടെ ഡോസൊക്കെ കുറച്ച് ഒരു മിനിമം ലെവൽ, അപ്പോഴേക്കും നമ്മുടെ ബോഡി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മരുന്നുകളൊക്കെ ഇപ്പം പണ്ടത്തേക്കാൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിജക്ഷൻ്റെ സാധ്യത ഇപ്പോൾ വളരെ കുറവാണ്. വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് മരുന്നുകളുണ്ട്, ഒരുപാട് പ്ലാസ്മ എക്സ്ചേഞ്ച് പോലുള്ള തെറാപ്പീസ് ഉണ്ട്, നമുക്ക് IV ഇമ്യൂണോഗ്ലോബുലിൻ എന്ന് പോലെ ഒരുപാട് അഡ്വാൻസ്ഡ് തെറാപ്പീസ് ഇപ്പം നമുക്കിതിനുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ റിജക്ഷൻ ഒട്ടും വരില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. വരാനുള്ള സാധ്യത കുറവാണ്. വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാനും ഒരു നല്ല ശതമാനം ചാൻസ് ഉണ്ട്. അതിൽ ആകെ ഒരു എക്സെപ്ഷൻ ഉള്ളത് ഈ ഹൈപ്പർ അക്യൂട്ട് റിജക്ഷൻ എന്ന് പറയുന്ന ഇമീഡിയറ്റ് ആയിട്ട് വരുന്ന റിജക്ഷൻ. അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്ന ഒരു 100 പേരിൽ ഒന്നൊക്കെയാണ് ഇപ്പോഴത്തെ അധികം നമ്മൾ വർക്ക് ചെയ്യുന്ന സെൻറ്റേഴ്സിലൊക്കെ കാണുന്നത്.